ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കണവയില്ലേ, കണവയെ വെച്ചിട്ടൊരു തോരൻ വെക്കാനാണ്. കണവ അല്ലെങ്കിൽ എന്താ പറയുക, കലമാരി, സ്ക്വിഡ്, കൂന്തൽ എന്നൊക്കെ പറയത്തില്ല. അത് ഞാനത് ഒരു 350 ഗ്രാം ഉണ്ട്. ഇത് ഞാൻ ശരിക്കും വാങ്ങിച്ചപ്പോൾ അവർ സ്കിൻലെസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, സ്കിൻലെസ് സ്ക്വിഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇനി ഒന്നുകൂടി ഇതൊന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ എന്നിട്ട് നമുക്ക് സ്ക്വയറിൽ കട്ട് ചെയ്യണം. ഓക്കെ, തോരൻ വെക്കാനാണ് ഇത്. പിന്നെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അരയ്ക്കാൻ. ഓക്കെ, അരയ്ക്കാൻ 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികൾ എന്ന് വെച്ചാൽ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് അരയ്ക്കുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 10 കുരുമുളക്, 2 ഗ്രീൻ ചില്ലി, ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. ഇത് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം. ഓക്കെ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറി ലീഫ്. ഇതെല്ലാം കൂടെ തേങ്ങയും ഇതെല്ലാം കൂടെ ഒന്ന് ഈ കല്ലിട്ട് ഞാൻ ചെറുതായിട്ട് ചതച്ചെടുക്കത്തേയുള്ളൂ. ഓക്കെ, പിന്നെ ലാസ്റ്റ് സീസണിങ് ചെയ്യാൻ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക്, മുളക്, പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, ഒരു സ്ക്വയറിലാണല്ലോ നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ ഒരു ഷേപ്പിൽ ഞാൻ ചെറിയ ഉള്ളി ഒരു 3-4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി ലീഫ്, ഗ്രീൻ ചില്ലി ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞ് വെക്കുക. ഒരു ഇത്തിരി ഉലുവാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു നുള്ള്, 1/4 ടീസ്പൂൺ ആയാലും മതി കേട്ടോ. അപ്പം അത് നമ്മൾ എണ്ണ ഒഴിച്ച് കടുകൊക്കെ വറുത്തിട്ട്, പിന്നെ ഈ ഉള്ളിയും പച്ചമുളകും കറി ലീഫും എല്ലാം കൂടെ ഒന്ന് വറുക്കണം. ഓക്കെ, വറുത്തിട്ട് അതിനകത്തോട്ട് ഈ ഉലുവാപ്പൊടി ലാസ്റ്റ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ വേവിച്ച് വെച്ച് കണവ അതിനകത്തിട്ടൊന്ന് ഇത് എന്താ പറയുക, സ്റ്റിർ ഫ്രൈ പോലെ ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ അതിന് വേണ്ടി വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് സാൾട്ട് വേണം. ഇത് കുറച്ച് തേങ്ങാക്കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അതിനുവേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ കണവ കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് കുക്ക് ചെയ്യാം. ഞാൻ എന്തായാലും കലത്തിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം, വേവൊക്കെ നോക്കിയിട്ട്. ഓക്കെ, മറ്റേത് കുക്കറിലാണെങ്കിൽ 2 വിസിലൊക്കെ അടിക്കുന്നിടം വരെ ചിലപ്പോൾ കുക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഇത് കണവത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് നോക്കാം കണവ എങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഇതിപ്പം അവർ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനിത് തോരൻ വെക്കാൻ. അപ്പോൾ എനിക്ക് സ്ക്വയറിൽ ഇങ്ങനെ ചെറിയ സ്ക്വയറിൽ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്. ഇതിൻ്റെ ഈ ഇതില്ല ഹെഡിനകത്ത് നോക്കട്ടെ, ഹെഡിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഹെഡിനുണ്ട് ഇത് കണ്ട് ഈ തിക്കായിട്ട് എന്തോ ഇതുപോലെ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, എനിക്കറിയാം ഈ ടെൻഡക്കിൾസ് ഹെഡ് അടങ്ങുന്ന പാർട്ടങ്ങ് കട്ട് ചെയ്ത് എപ്പോഴും നിങ്ങൾ മറ്റേ ശരിക്കുള്ള കണവ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഹെഡും ഈ ബോഡിയും കൂടി ഇതും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇത് ഇച്ചിരി കട്ടിയുള്ളൊരു പാർട്ടായിട്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് എടുക്കാം, ഈ ടെൻഡക്കിൾസ് എടുക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഹാർഡായിട്ട് ബോൺ പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ എടുത്ത് കളയാം. ഓക്കെ, സോഫ്റ്റായിട്ടിരിക്കുന്ന പാർട്ട് മാത്രം എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. മോസ്റ്റ്ലി അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഇത്. ഓക്കെ, അതൊന്നും ഇനിയിപ്പം ചിലരൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇതില്ലേ ഈ ബ്രൗൺ കളറിലെ തൊലി. പക്ഷെ ഇവിടെ ഉള്ളവരൊന്നും എടുക്കത്തില്ല. ഇന്ത്യയിലൊക്കെ എല്ലാവരും എടുക്കുമെന്ന് പറയും. പക്ഷെ ഇവിടെ ഉള്ളവരൊന്നും ഇതിന് ഇട്ടും കുക്ക് ചെയ്യും. അപ്പം ഇങ്ങനെ ഹെഡിൻ്റെ എല്ലാ പാർട്ടും എടുത്ത് നോക്കുക. നിങ്ങളിപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിപ്പം കണ്ടോടെ ഇത് ഉണ്ട് ഹാർഡായിട്ടിരിക്കുന്നത്. അത് ഞാനങ്ങ് കട്ട് ചെയ്ത് കളയാൻ പോവാം. ഓക്കെ, ഉണ്ടോ ഈ റെഡ് ഉണ്ടോ പിങ്ക് കളറിലെ തൊലിന് ഉരിയ വരും. ഉണ്ടോ ഉണ്ടോ ഹാർഡായിട്ടിരിക്കുന്ന ഹെഡിൻ്റെ അവിടെ ഇങ്ങനെ പാർട്ടൊക്കെ ഞാൻ കളഞ്ഞു. ഓക്കെ, ഇത് കണ്ടോ, ബാക്കിയെല്ലാം ഞാൻ എടുത്തു കേട്ടോ.
എന്നിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഇത് കട്ട് ചെയ്യുന്നത് തോരൻ. ഓക്കെ, ഇങ്ങനെ വെച്ചേക്കല്ലേ. അപ്പം ഇത് നൈഫ് വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഞാൻ റൗണ്ടിൽ എന്താ പറഞ്ഞത് റിങ്ങൊക്കെ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും ഞാൻ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇത് എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ സ്ക്വയറിൽ കട്ട് ചെയ്യാൻ. ഓക്കെ, ഞാനിപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ 2 പീസ് കൂടെ ഒന്നിച്ച് വെച്ചാൽ കട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഷേപ്പ്. എൻ്റെയൊക്കെ ചെറുതല്ലേ ഇത് എന്താ പറയുന്നത് ഇതില്ലേ ഈ സ്ക്വിഡ് ഉണ്ടാക്കുന്ന ഇതേപോലെ തോരൻ വെക്കുമായിരുന്നു. നമ്മുടെ പഴയ ടേസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇടൊന്നും അതുപോലെ വരുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഉണ്ടോ ഇതേപോലെ ഉണ്ടോ ഈ സ്ക്വയറിലിങ്ങനെ നമുക്കിതെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ കണ്ടോ. ഞാനിതെല്ലാം ഇതുപോലെ എനിക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഞാൻ കാണിച്ചില്ല നേരത്തെ രണ്ടായിട്ടത് ഫുൾ ബോഡി 2ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ ലോങ്ങായിട്ട് സ്ലൈസ് ആക്കിയിട്ട് ഇങ്ങനെ ഈ സ്ക്വയറിൽ ചെറിയ ചെറിയ സ്ക്വയറാക്കി കട്ട് ചെയ്യുക. ഓക്കെ, ഞാനപ്പോൾ ഇതെല്ലാം ഇതുപോലെ കണ്ടല്ലോ നിങ്ങളത് ഇതേപോലെ ഇല്ല ഈ സ്ക്വയറിൽ ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പോകും ഇതെല്ലാം. ഓക്കെ, അതുപോലെ ടെൻഡക്കിളാണെങ്കിലും ടെൻഡക്കിളിന് കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതിപ്പം ചെറിയ അല്ല ചെറിയ ചെറിയ പീസാക്കി ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് തോരൻ പോലെ വെക്കാൻ. ഓക്കെ, നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് കേട്ടോ. ക്ലീൻ ചെയ്ത് ഇങ്ങനെ സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തു. ഓക്കെ, നമുക്കിനിയിപ്പം കലത്തിലോട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഓക്കെ, ഇത് പിങ്ക് സാൾട്ട്, അതാ ഈ പിങ്ക് കളറിലിരിക്കണം. ഓക്കെ, അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അല്ലേ. മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഓൺ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നോക്കണം അത് വെന്തിട്ടുണ്ടോ എന്നൊക്കെ. ഞാൻ ഈ കഴുത്ത് വെക്കുന്ന ടൈം കറക്റ്റ് പറയാം. ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര മിനിറ്റ് വേണം ഇത് കുക്ക് ചെയ്യാനൊക്കെ, എത്ര മിനിറ്റ് വേണം കുക്ക് ചെയ്ത് വരാനൊക്കെ. ഇതിപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പം നോക്കാം തിളച്ചിട്ട് എത്ര മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അത് അവിടെ നിന്ന് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഓക്കെ, അതിനകത്തിടാൻ ആദ്യം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കറി ലീഫൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അതിൻ്റെ കൂടെ എന്താ പറയുക പെപ്പർകോൺസ്, കുരുമുളക് കൂടി ഇട്ട് ചതച്ചിട്ട് നമുക്ക് തേങ്ങ ചതച്ച് പിന്നെ ഈ പൊടികളൊക്കെ അതിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറിയ കഷ്ണം വെളുത്തുള്ളി എടുത്തുള്ളൂ കേട്ടോ, അത് മതി. വെളുത്തുള്ളിയുടെ ഒത്തിരി ടേസ്റ്റ് വേണമെന്നില്ല. ഓക്കെ, ഇഞ്ചി ഒരു ഇച്ചിരി കൂടെ വലിയ കഷ്ണം എടുത്തു. ഓക്കെ, ഇഞ്ചി ടേസ്റ്റ് ഈസ് ഓക്കെ. വെളുത്തുള്ളി ചെറുത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് അതുകൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. ഓക്കെ, എടുത്ത് വെച്ചിരിക്കുന്ന കറി ലീഫില്ലേ, കറി ലീഫും ഈ പച്ചമുളക് കൂടെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. ഓക്കെ, പച്ചമുളക് ഞാനൊന്ന് ഹാഫാക്കിയിട്ട് അതിനകത്ത് ഇട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങായും പൊടിയൊക്കെ അതിനകത്തോട്ട് മിക്സ് ചെയ്തൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, കുറച്ച് തേങ്ങ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, അങ്ങനെ പിന്നെ കുറച്ച് തേങ്ങ അങ്ങനെ ഇട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുത്താൽ മതി. ചെറുതായിട്ട് ചതച്ചാൽ മതി കേട്ടോ. വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള പൊടികളും കൂടെ അതിനകത്തിട്ടിടുക. ഓക്കെ, ചതച്ചെടുക്കുക. ഓക്കെ, ഇത് നന്നായിട്ട് ചതച്ച് വന്നിട്ടുണ്ട് കേട്ടോ.
എന്നുവെച്ചാൽ ഒത്തിരി അങ്ങനെ പേസ്റ്റ് പോലൊന്നും ആക്കില്ല കേട്ടോ, തോരനാന്നല്ലോ. അപ്പം ഞാനിപ്പോൾ ഇതെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. എനിവേ അവിടെ എന്താ പറയുന്നത്, കുക്ക് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഉപ്പ് ഇത്തിരി കുറവായിട്ടിരിക്കും. ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ടാലോ. ഇപ്പോൾ ഇത് കുക്ക് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് നമുക്ക് തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി കുക്ക് ചെയ്ത് വന്നു. ഓഫ് ചെയ്തു. ഇപ്പം അവിടെ കണവ കുക്ക് ചെയ്തൊക്കെ ഉണ്ട്. നമുക്കിനിപ്പോൾ തേങ്ങയ്ക്കകത്തോട്ട് അതോടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇതെല്ലാം കൂടെ കുക്ക് ചെയ്യപ്പം ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. അതിനകത്ത് വെച്ചിരിക്കുന്ന ഇതില്ലേ, എന്താ പറയുക, തേങ്ങ കൊത്തൂടെ ഇട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് നമുക്ക് ഒരിത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച് സ്ക്വിഡ് ഇട്ട് കൊടുക്കാം. ഈ മസാലയല്ല നമ്മൾ അരയ്ക്കുന്ന എല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടായിട്ട് ഇതിനകത്തോട്ട് ഇടുന്നു. ഓക്കെ, ചൂടായി വരുമ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് വെച്ച കണവ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതെല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് ഒന്ന് പിടിച്ച് വരട്ടെ. ഓക്കെ, അത് നമുക്ക് കടുവൊക്കെ വറുത്ത് എടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിപ്പം ചെറുത് തിളച്ച് വരുന്നുണ്ട്. ഇത് നമ്മൾ വേവിച്ച് വെച്ച് കണവ ഇതിനകത്തോട്ട് കണവൊക്കെ ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചൊന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഇടുന്നുള്ള ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തു. ഓക്കെ, അതൊന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചേക്കാം. ഓക്കെ, ഇത് 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യും. ഓക്കെ, ഇനിയിപ്പം നമുക്ക് തുറന്ന് വെച്ചൊന്ന് 3 മിനിറ്റ് തുറന്ന് വെച്ചേക്കാം. ഓക്കെ, ഇതുമ്പോൾ നമുക്ക് കടുകൊക്കെ വറുത്ത് ഇടാം. മസാലയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് പിടിക്കും. ഓക്കെ, ഈ അരപ്പൊക്കെ. അപ്പം 3 മിനിറ്റ് ഞാനിങ്ങനെ ചെറിയ ചൂടിൽ തുറന്ന് വെച്ചൊക്കെ അത് മതി. ഇപ്പം നമുക്കിതിങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, അതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്തൊക്കെ എടുക്കാം. ഓക്കെ, ഇതൊക്കെ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മുളകൊന്ന് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. ഓക്കെ, ഈ വറ്റൽമുളക് ആദ്യം കടുകും മുളകൊക്കെ വറുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് ഈ എന്താ പറയുക ചെറിയ ഉള്ളിയും പച്ചമുളകും കറി ലീഫൊക്കെ ഇട്ട് വറുത്തിട്ട് ലാസ്റ്റ് ഇടാനായിട്ട് ഇത് ഉലുവപ്പൊടി. എൻ്റെ ഈ ഉലുവപ്പൊടി ഞാനങ്ങ് മാറ്റി വെക്കാൻ പോവാം. ആദ്യം നമുക്ക് കടുകിട്ട് കൊടുക്കാം. മുളകും ഇട്ട് കൊടുത്തൊക്കെ ഒന്ന് വറുത്ത് വരട്ടെ. കടുകും മുളകൊക്കെ പൊട്ടി വരുന്നുണ്ട്. നമുക്കിനിയിപ്പം ഉള്ളിയും പച്ചമുളക് കറി ലീഫൊക്കെ അതിനകത്ത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇതൊരു ബ്രൗൺ കളറിലാവട്ടെ ഉള്ളി. ഓക്കെ, ഒരു ഉപ്പിനകത്ത് കണ്ടോ, ഇത് വറുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഉലുവപ്പൊടി എടുത്ത് വെച്ച് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് വറുത്ത് കാണുമെന്ന് വെച്ചാൽ ഓൾറെഡി ചൂടായിട്ടിരിക്കുമല്ലോ. പിന്നെ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. വറുത്ത മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് പയ്യെ നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചേക്കാം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം നന്നായിട്ട് പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഉള്ളിയും എന്താ പറയുക അടിപൊളി മണം വരുന്നുണ്ട്. അടിപൊളി മണം.
അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് അങ്ങനെ നമ്മുടെ സ്ക്വിഡ് സ്റ്റിർ ഫ്രൈ അല്ലെങ്കിൽ കലമാരി സ്റ്റിർ ഫ്രൈ കണവ തോരൻ അല്ലേ അത് അല്ലേ റെഡിയായി. ഒരു 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് തോരൻ പോലെ ആക്കി അടിപൊളി മണം, അടിപൊളി ടേസ്റ്റൊക്കെ. ക്രിസ്മസിനൊക്കെ നിങ്ങളിത് ഇതുപോലൊരു കണവ തോരൻ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. എന്തിൻ്റെ കൂടെ നല്ലതാണ്, പ്ലെയിൻ റൈസ് ആയാലും കൊള്ളാം, ഇപ്പം ഫ്രൈഡ് റൈസ് പോലെയോ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു സ്റ്റിർ ഫ്രൈ. കലമാരി സ്റ്റിർ ഫ്രൈ, സ്ക്വിഡ് സ്റ്റിർ ഫ്രൈ ഓർ എന്താ കണവ ഓർ കൂന്തലിനും പറയത്തില്ലേ എന്നെ. റെഡിയായി എന്താ. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഓഫ് ചെയ്തു. ഒരു സെർവിങ് ബൗളിലോട്ടൊക്കെ വെച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഇത്രേ ഞാനൊന്ന് നോക്കി, നന്നായിട്ടുണ്ട് കേട്ടോ. ശരിക്കും സോഫ്റ്റായിട്ടിരിക്കുക കേട്ടോ ഇപ്പം. ഓക്കെ, ശരിക്കും നമ്മൾ ഈ എണ്ണയിലൊക്കെ ഇട്ട് വഴറ്റി തേങ്ങയിലൊക്കെ ഇട്ട് വേവിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും നന്നായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ക്രിസ്മസിന് നമ്മുടെ കൂന്തൽ സ്റ്റിർ ഫ്രൈ, കലമാരി സ്റ്റിർ ഫ്രൈ, കണവ തോരൻ ഒരു സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റി വെച്ചിരിക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് റൈസിൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് മതി. ഞാൻ കുറച്ച് പുളിശ്ശേരിയും റൈസും ഒക്കെ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നല്ലേ. നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. കൊക്കോ ആണെങ്കിൽ ഇവിടെ മൂളുന്നു, അത് കൊടുക്കാൻ. പണ്ടൊക്കെ നാട്ടിലിരുന്ന് പുളിശ്ശേരിയും ചോറും ഇതുപോലെ തോരനൊക്കെ കഴിക്കുന്ന ഒരു ഓർമ്മകൾ. ശരിക്കും എല്ലാവരും എപ്പോഴും ഇങ്ങനെ ഫ്രൈ ചെയ്യല്ലേ ചെയ്യണല്ലേ എന്ന് തോന്നുന്നു കണവ. എനിക്ക് പക്ഷേ തോരൻ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അടിപൊളി റെസിപ്പി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം ഇനി വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഈ പ്രാവശ്യത്തെ കൊച്ചപ്പൻ മൂളുന്നാണ്. എന്ത് ചെയ്യുന്നു പറ. കൊച്ചപ്പൻ ഞാനിവിടെ ചായക്കുന്നിട്ട് കൊച്ചപ്പന് വേണം ഫുഡ്. ഓക്കെ, അപ്പം ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് എല്ലാവരും ഈ കണവ തോരനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും. ഓക്കെ, നന്നായിട്ടുണ്ട്. കൊക്കോ മൂളുന്നു, കൊക്കോയ്ക്ക് കൊടുക്കട്ടെ. Say Happy Christmas. You want to say Happy Christmas to everybody? കൊക്കോ കൂന്തൽ ഫ്രൈ, കൂന്തൽ തോരനൊക്കെ കഴിച്ചിട്ടിരിക്കും. ഓക്കെ.